വെള്ളക്കാരായിട്ടുള്ള ആളുകൾ സ്ത്രീകളെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളാണ് സ്വതന്ത്ര ചിന്ത. അതിന്റെ പേരാണ് ഫെമിനിസം. പെണ്ണിന്റെ മുഴുവൻ സൗന്ദര്യവും ശരീരവും ആണിന് കാഴ്ചവെക്കാൻ ഉണ്ടാക്കിയതാണ് ഫെമിനിസം എന്ന് ഇനിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയോട് ഉറക്കെ പറയാൻ നമുക്ക് കഴിയണം. അവിടെ നിന്നുകൊണ്ടാണ് കുളിർമയുള്ള കുടുംബത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. ഞാൻ ആദ്യം അടിവരയിട്ട് പറഞ്ഞു, കുടുംബം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇടമല്ല, കുടുംബം പരിഹാരമാണ്. എന്തേ സ്ത്രീകൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു? ഒരു മനുഷ്യന്റെ അകത്തുള്ള അവനെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന്റെ കൂടെയുള്ള ലൈംഗികതയെ കൃത്യമായിട്ട് ആ മനുഷ്യന്റെ ലൈംഗികത തീർക്കാനുള്ള ഇടം വേണം. അത് കുടുംബമാണ്. അതില്ലാത്ത ആളാണ് പുറത്തിറങ്ങുമ്പോൾ മറ്റ് സ്ത്രീകളെ കാണുമ്പോൾ അതിലേക്ക് പോകാൻ തോന്നുക. കൃത്യമായ കുടുംബജീവിതം നയിക്കുന്ന, ഭാര്യയെ അതിരറ്റ് സ്നേഹിക്കുന്ന, ഭർത്താവിനെ പൊന്നുപോലെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയോ ഭർത്താവോ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, മറ്റൊരു അഭീത ബന്ധത്തിലേക്ക് അയാൾ പോവില്ല. ഇല്ല, അയാൾ എങ്ങനെ പോവുക? അയാൾക്ക് കൊതി തീർക്കാൻ, അയാളുടെ കാര്യങ്ങൾ നടക്കാൻ, അയാളെ സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ, അയാൾക്ക് ശാരീരികമായി വേണ്ടത് നൽകാൻ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിലുണ്ട്. അവൾക്ക് പരിഗണന കിട്ടാൻ ഭർത്താവ് കൂടെയുണ്ട്. പിന്നെന്തിനാ വേറൊരാൾ? നന്നായി ഉമ്മ സ്നേഹിക്കുന്ന മകൾ എന്തിനാ വേറൊരു പ്രേമം തേടി പോവുക? നോക്ക് നിങ്ങൾ, കുടുംബം എവിടെ അല്പമൊന്ന് തകരുന്നു, തളരുന്നു, ഇത്തിരി ഒന്ന് പൊടിയുന്നു, അവിടേക്കാണ് പ്രശ്നങ്ങൾ കയറി വരിക എന്നത് എൻ്റെ പ്രിയമുള്ള കുടുംബമായി ജീവിക്കുന്ന സഹോദരി സഹോദരന്മാർ, യുവതലമുറ മനസ്സിലാക്കണം.